ദേഷ്യമുള്ള ചുവന്ന റോസാപ്പൂ. ഒരു ചെറിയ കൊടുങ്കാട് ദൂരെയൊരു സ്ഥലത്ത് അതുണ്ടായിരുന്നു. മരങ്ങൾ പരസ്പരം സംസാരിക്കുന്നു. പൂക്കളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു. മരങ്ങൾ, ചെടികൾ കാട്ടിൽ ഒരുമിച്ചിരിക്കാൻ വേണ്ടി സന്തോഷിച്ചു. ഒരു ദിവസം വസന്തകാലത്തിലെ നല്ല ദിവസമായ അന്ന് ഒരു ഭംഗിയുള്ള അതിശയമായ റോസാപ്പൂ പൂത്തു. ആ ചെറിയ മുട്ട് ഒരു പൂവായി വിരിഞ്ഞു. അത്രയും ഭംഗിയുള്ള പൂവ് ആരും എപ്പോഴും കണ്ടിട്ടേ ഉണ്ടാകില്ല. അത് മുഴുവനായി വിരിഞ്ഞിട്ടില്ലെങ്കിലും 2 കാക്ടസ് റോസാപ്പൂവിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കാണാൻ വ്യത്യസ്തമായിരുന്നു. അതിനിടയ്ക്ക് റോസാപ്പൂ ഉള്ളതുകൊണ്ട് അത് സന്തോഷിച്ചു. ഹലോ, എന്റെ പേര് റോസി. ഞാൻ കാക്ടസ്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ ഇതളുകൾ നന്നായിരിക്കുന്നു. എന്റെ ഇതളുകളും അങ്ങനെ ആയിരുന്നെങ്കിൽ. നന്ദി. പക്ഷേ എല്ലാവരും ഭംഗിയായി കാണപ്പെടില്ലല്ലോ, മണത്തിൽ പോലും. റോസിങ്ങനെ സംസാരിക്കുന്ന കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അവൾ ഇപ്പോഴാണ് പൂത്ത പൂവായതുകൊണ്ട് അത് വളരെ അഹങ്കാരിയായ പൂ. 2 കാക്ടസിലും ഒരുപാട് വെള്ളം ചേർന്നിരുന്നു. അത് രണ്ടും റോസിക്ക് വെള്ളം കൊടുക്കും, അവൾ ആരോഗ്യമായി ഇരിക്കാൻ. അവർ 2 പേരെ റോസിയെ പുകഴ്ത്തും, പിന്നെ വഴക്കും പറയും, നീ ശരിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തുപോകുമെന്ന്. നാളുകൾ കടന്നു. റോസിയും വലുതായി. അവളെ ഭൂമിയിൽ മനോഹരമായി പൂവായി വിരിഞ്ഞു. അവൾക്ക് ഒരുപാട് ഇതളുകൾ ഉണ്ടായിരുന്നു. അതിന്റെ നിറം ചുവപ്പായിരുന്നു. 2 കാക്ടസിന് റോസി ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ വേര് മണ്ണിനുള്ളിൽ ഉണ്ടായിരുന്നു. മുകളിലേക്ക് അത് നേർക്ക് നിന്നുകൊണ്ടിരുന്നു. ഞാനിവിടെ ഉള്ളതിൽ ഭംഗിയുള്ള പൂവാണ്. എന്റെ ഭംഗിയുള്ള ഇതളുകൾ ഒരു വട്ടം നോക്കൂ. ആഹാ, റോസി, ഇവിടെ ഇത്രയധികം പൂക്കളുണ്ട്, നീ അതിൽ ഒരുത്തി മാത്ര. എന്ത്? എന്നെ ഈ കാക്ടസിനോടൊപ്പം കമ്പയർ ചെയ്യുന്നു? ഞാൻ അതിനേക്കാൾ സുന്ദരിയാണ്. അത് കേട്ട് കാക്ടസിന് ഒരുപാട് സങ്കടമായി. എന്നാൽ ഒന്നും പറഞ്ഞില്ല. റോസി, നീ കാക്ടസിനോട് പറഞ്ഞത് ശരിയായില്ല. നിനക്കും മുള്ളുകളുള്ളതല്ലേ? എന്തെന്നാൽ എന്നെ കാക്ടസിനെ കമ്പയർ ചെയ്യുന്നത് തീരെ നന്നായിട്ടേ ഇല്ല. സൗന്ദര്യത്തിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അത് പൂക്കുന്നേ ഇല്ല. കാക്ടസ് ആണെങ്കിലും സൂര്യകാന്തി ആണെങ്കിലും മരങ്ങളായാലും ശരി, ആർക്കും റോസിയോടൊപ്പം ഒത്തുപോവാൻ സാധിച്ചില്ല. എന്തെന്നാൽ അവൾ അവളെ കുറിച്ച് പുകഴ്ന്നുകൊണ്ടേയിരിക്കും. നാളുകളും കടന്നു. അപ്പൊ അവിടേക്ക് ആരോ വിസിറ്റേഴ്സ് വന്നു. അവർ കുതിരയിൽ വന്ന ടൂറിസ്റ്റാണ്. ആ വഴിപോക്കൻ പൂവിനടുത്ത് വന്ന് നോക്കി. നീ എന്നെ നോക്ക്, എന്നെ നോക്ക്. വാവ്, ഈ പൂവ് എത്ര മനോഹരമായിരിക്കുന്നു. ഓ, നിനക്ക് ഒരുപാട് നന്ദി. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഈ പൂ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് പാരിതോഷികം തീർച്ചയായും ലഭിക്കും. നിനക്ക് ഈ തോട്ടത്തിലെ നല്ലൊരു സ്ഥലത്ത് നിൽക്കണോ? എല്ലാവർക്കും നിന്നെ കാണാവുന്ന പാകത്തിൽ. എന്നാലും 2 കാക്ടസിനും ആ കാര്യം അറിയാം. അവർക്കറിയാം വേര് പറിച്ചാൽ റോസി അധികകാലം ജീവിക്കില്ല എന്ന്. അവൻ റോസ് പറിക്കാൻ വന്നപ്പോൾ അവനെ നന്നായി കുത്തി. ആ വഴിപോക്കൻ കുതിരയുടെ മേലിരുന്ന് പോയി. 2 കാക്ടസും നന്നായി ചിരിച്ചു. പക്ഷെ റോസി ചിരിച്ചേയില്ല. നിങ്ങൾക്ക് എത്ര ധൈര്യം? എന്തിനെത്ര അസൂയ? അസൂയയോ? റോസി, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൻ നിന്നെ സ്വന്തം ലാഭത്തിന് വേണ്ടി കൊണ്ടുപോവാ. അവന് നിന്നോട് സ്നേഹമൊന്നുമില്ല. നിങ്ങൾ ആരാ എനിക്ക് നല്ലതെന്ന് പറഞ്ഞു തരാൻ? നിങ്ങൾ വൃത്തികെട്ട കാക്ടസ് ആണ്. ഞാൻ ഭൂമിയിലുള്ള ഭംഗിയുള്ള റോസാപ്പൂ. നീ കേട്ടോ? ഞാൻ ഭദ്രമായി തോട്ടത്തിൽ തന്നെ ഉണ്ടാകണം. അപ്പോഴേ ജനങ്ങൾ എന്നെ നോക്കുള്ളൂ. റോസി, ഇങ്ങനെ അത്യാഗ്രഹം പാടില്ല. എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാ? നമുക്ക് വർഷങ്ങളോളം വെള്ളം സൂക്ഷിക്കാൻ കഴിയും. നീ അതിജീവിക്കുന്നു നിനക്ക് വിശ്വാസമുണ്ടോ?
പക്ഷെ റോസി കേട്ടതേയില്ല. അവൾ 2 കാക്ടസിനെയും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ പറഞ്ഞു, ഇനി കാക്ടസ് കൊടുക്കുന്ന വെള്ളം ഞാൻ കുടിക്കുകയേയില്ല എന്ന്. ആ കാക്ടസ് ഒരുപാട് സങ്കടപ്പെട്ട് ഒന്നും സംസാരിച്ചേയില്ല. നാളുകളും കടന്നു, വേനൽക്കാലവും വന്നെത്തി. സൂര്യകാന്തി ഒരുപാട് സന്തോഷിച്ചു. ഭംഗിയുള്ള മഞ്ഞ നിറം കൊണ്ട് അത് സൂര്യന്റെ കിരണങ്ങൾ വലിക്കും. ആ 2 കാക്ടസും തണുപ്പ് കാലത്ത് ശേഖരിച്ചു വെച്ച വെള്ളം കുടിക്കുന്നു. വേനൽക്കാലത്ത് ജീവിക്കാനായി. ചില ചെറിയ പറവകൾ പോലും കാക്ടസിനോട് വെള്ളം ചോദിച്ചു വന്നു. റോസി ചില ദിവസങ്ങളിൽ വളരെ സന്തോഷമായിരുന്നു. അവളുടെ വേരിലുണ്ടായിരുന്ന വെള്ളം അവളെ ഉണങ്ങാൻ അനുവദിച്ചേയില്ല. അവൾ കാക്ടസിനെയും ശ്രദ്ധിച്ചില്ല. അവൾ തിരിഞ്ഞു നിന്നുകൊണ്ടേയിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അവൾ ക്ഷീണിതയായി. അവൾ നേരെ നിൽക്കാനായി ശ്രമിച്ചു. അവളുടെ അവസ്ഥ കാക്ടസിനോട് പറയാൻ അവൾക്ക് താല്പര്യവുമില്ലായിരുന്നു. പിന്നെ അവളുടെ വേരിലെ വെള്ളം കുറഞ്ഞു വന്നതും അവൾ ഒരുപാട് ക്ഷീണിച്ചു. ശ്വാസം വിടാൻ പോലും കഴിഞ്ഞില്ല. മറ്റൊരു ദിവസം കഴിഞ്ഞു. റോസി വാടിപ്പോയി. അവൾ ഒരുപാട് ക്ഷീണിച്ചു. കരയാനും തുടങ്ങി. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നേ? കാരണം നീ ജീവിച്ചിരിക്കണമെങ്കിൽ നിനക്ക് വെള്ളം അത്യാവശ്യമാണ്. റോസിക്ക് ഒരുപാട് ദാഹിച്ചു തുടങ്ങി. ഇനി എപ്പോ മഴ വരും? റോസി, മഴ വരണമെങ്കിൽ വേനൽക്കാലം കഴിയണം. പക്ഷെ ഞാൻ എങ്ങനെ എന്റെ ദാഹം മാറ്റും? എന്റെ സൗന്ദര്യം ഇപ്പൊ കാണാതായി. നിനക്ക് ആവശ്യമെങ്കിൽ കാക്ടസിനോട് സഹായം ചോദിക്ക്. റോസി നോക്കുമ്പോൾ കാക്ടസ് മറ്റുള്ള ചെടികൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൾ സംസാരിക്കാനേ പേടിച്ചു. എന്നാൽ അവൻ എപ്പോഴും അഹങ്കാരത്തോടെ സംസാരിക്കും. അങ്ങനെ അവളുടെ ഇതളുകളും താഴെ വീഴുന്നു. അവളുടെ അഹങ്കാരം മറന്നു. ഞാൻ ചെയ്തതിനെ കുറിച്ച് കഷ്ടപ്പെടുന്നു. അവൾ കാക്ടസിനോട് സഹായം ചോദിച്ചു. ഹേ കാക്ടസ്, ഞാൻ നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കുമോ നിങ്ങൾ? നിങ്ങൾ 2 പേരും വളരെ ഭംഗിയുള്ളവരാ. നിങ്ങളെപ്പോലെ ഭംഗിയുള്ളവർ ആരുമില്ല. എന്നെ സഹായിക്കാമോ? കാക്ടസ് റോസി പറഞ്ഞത് കേട്ടു. നല്ല സ്വഭാവം വേണം, ദേഷ്യം വിട്ടേക്കണം. അതിനവൾ വെള്ളവും കൊടുത്തു. വെള്ളം കുടിച്ചതും അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായി. അവളുടെ നിറമുള്ള ഇതളുകൾ സൂര്യ വെളിച്ചത്തിന് പ്രകാശിക്കാൻ തുടങ്ങി. അന്ന് മുതൽ റോസി ഒരു കാര്യം മനസ്സിലാക്കി. ആരുടെ സൗന്ദര്യം നോക്കി കണക്കാക്കരുതെന്ന്. എന്തെന്നാൽ നമ്മൾ കാണാൻ എങ്ങനെയാണെങ്കിലും എല്ലാവരും ഏതൊരു കാര്യത്തിൽ നമ്മളെ സഹായിക്കും. അവസാനം